ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പൊ വെക്കേഷൻ ആയി. പിന്നെ നിങ്ങളൊക്കെ ബുക്കും പുസ്തകമൊക്കെ വാങ്ങിച്ചോ? ഞാനിനി യുകെജിയിലോട്ടാ. നിങ്ങളൊക്കെ ജയിച്ചോ? അനിരുദ്ധ്, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ കുറുക്കന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ അനിരുദ്ധിന്? കുറുക്കന് നല്ല ബുദ്ധിയുണ്ട്, അതുപോലെ എനിക്കും നല്ല ബുദ്ധിയുണ്ട്. Good. Dear friends, get ready to hear the story of the wise turtle and the fox. The title of our story is The Wise Turtle. A fox used to be very proud of its wisdom. അപ്പം നമ്മുടെ കഥയിലെ കുറുക്കച്ചാര് അവൻ ഭയങ്കര ബുദ്ധിശാലിയായിരുന്നു അല്ലെ. അപ്പൊ തന്റെ ബുദ്ധിയിൽ അവൻ വല്ലാതെ അഹങ്കരിച്ചിരുന്നു. Often he boasted, I am the wisest of all animals. അവൻ എപ്പോഴും പൊങ്ങച്ചം പറയുമായിരുന്നു. എന്തായിരുന്നു അവന്റെ പൊങ്ങച്ചം? I am the wisest of all animals. ഈ മൃഗങ്ങളില് ഏറ്റവും ബുദ്ധിയുള്ളത് എനിക്കാണ് എന്നുള്ള ഒരു പൊങ്ങച്ച ഭാവത്തോടെയാണ് അവന്റെ നടപ്പ്. One day he went in search of food. അപ്പൊ ഒരിക്കലൊരു ദിവസം നമ്മളുടെ കുറുക്കച്ചാര് ഫുഡ് അന്വേഷിച്ചിറങ്ങി അല്ലേ. He could not find anything. അവന് കഴിക്കാൻ ഒന്നും കിട്ടിയില്ല. He could not bear his hunger. വിശന്ന് അവന് വയ്യന്നായിപ്പോയി. He was about to give up his search when he finally saw a turtle. നടന്നവൻ മടുത്തു. ലാസ്റ്റ് അവൻ ആരെയാ കണ്ടുപിടിച്ചത്? ഒരു ആമയെ അവൻ കണ്ടു. He was so happy that he sprang and caught hold of the turtle. ഒട്ടും മടിച്ചില്ല. ആമയെ കണ്ടപടി അവൻ പിടിച്ചു. എത്രയും പെട്ടെന്ന് അതിനെ വയറ്റിലാക്കണമെന്ന ആഗ്രഹവുമായി. The fox began to break the shell of the turtle. ഓടക്കയച്ചേ. ഈ ആമയെ കണ്ടപടി അവൻ പിടിച്ചിട്ട് എന്താ ചെയ്തത്? അതിന്റെ ആ ഷെല്ല് പുറന്തോട് പൊട്ടിക്കാൻ നോക്കി. But what a pity. അത് പൊട്ടിക്കാൻ ഈസിയാണോ? No. How had he tried? He could not break. ഒത്തിരി അവൻ ശ്രമിച്ചു, പക്ഷേ അവൻ ആമയുടെ തോട് പൊട്ടിക്കാൻ സാധിച്ചില്ല. The turtle piously told to the fox, Why not you soak me in water? My shell will become soft and you can eat easily. അപ്പോൾ നമ്മളുടെ ആമ എന്താ അവനോട് പറഞ്ഞത്? ആമ വളരെ ഭയഭക്തി ബഹുമാനത്തോടെ പറഞ്ഞു, Why not you soak me in water? നീ എന്താ എന്നെ വെള്ളത്തിലൊന്നും മുക്കി വെക്കാത്തെ അല്ലേ? My shell will become soft and you can easily eat me. എന്നെ വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ഷെല്ല് പെട്ടെന്ന് കുതിർന്നിട്ട് സോഫ്റ്റ് ആവുകയും നിനക്ക് എന്നെ ഈസി ആയിട്ട് കഴിക്കാമെന്നും ആമ കുറുക്കനോട് പറഞ്ഞു. ഈ കുറുക്കൻ എന്തോ മണ്ടനാണോ? ആമയെ വെള്ളത്തിൽ ഇട്ടാ എണ്ണ ഉണ്ടാകും, ഈസി ആയിട്ട് രക്ഷപ്പെടത്തില്ലേ? In his hunger, the fox lost his thought and led the turtle into the nearby pond. ആകെപ്പാടെ വിശന്ന് വലഞ്ഞിരിക്കുകയാണ് നമ്മുടെ കുറുക്കച്ചാര്. അപ്പൊ ആ വിശപ്പ് കൊണ്ട് അവന് കൂടുതലൊന്നും ചിന്തിക്കാൻ പറ്റിയില്ല. ഇത് കേട്ടപടി തൊട്ടടുത്തുള്ള കുളത്തില് ഈ ആമയെ അവൻ മുക്കി. The turtle happily slipped out of the hands of the fox and swam into the pond. ആമ വളരെ സന്തോഷത്തോടെ ഈ പോണ്ടിലോട്ട് നീന്തി അങ്ങ് പോയി. He came up at the center of the pond and said, Hey folks, don't be too proud of your wisdom. ആമച്ചാരി നീന്തി നടുക്കെത്തിയിട്ട് എന്താ നമ്മുടെ കുറുക്കനോട് പറഞ്ഞേ? Don't be too proud of your wisdom. നിനക്കുള്ള അറിവില് ഒരിക്കലും നീ അഹങ്കരിക്കരുതെന്ന് ആമ കുറുക്കനോട് പറഞ്ഞു. അനിരുദ്ധിന് ഈ സ്റ്റോറിയിൽ നിന്ന് എന്താ മനസ്സിലായത്? ഒരിക്കലും അഹങ്കരിക്കരുത്. വെരി ഗുഡ്. Don't be proud of our abilities. നമ്മൾക്ക് കഴിവുകൾ പല രീതിയിലുണ്ടാവാം. ആ കഴിവിലൊരിക്കലും നമ്മൾ അഹങ്കരിക്കരുത്, പൊങ്ങച്ചം പറഞ്ഞ് നടക്കുകയും ചെയ്യരുത് അല്ലെ. ഇപ്പൊ അഹങ്കരിച്ചത് കൊണ്ടല്ലേ ആമയ്ക്ക് ഈസി ആയിട്ട് രക്ഷപ്പെടാൻ പറ്റിയത് അല്ലെ. ആമ പറഞ്ഞ കേട്ടപടി അവനൊന്നും ചിന്തിക്കാതെ, വിശപ്പുണ്ട് ചിന്തിക്കാതെ അങ്ങോട്ട് പറഞ്ഞത് മൊത്തം അങ്ങ് കേട്ടു അല്ലെ. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.